വയനാട് വാഗേരിയിലെ നരഭോജി കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഇന്ന് പുതിയ കൂട് വയ്ക്കും. സുരക്ഷിതമായ ഒരു സ്ഥലം നോക്കി ഈ കൂട് നമ്മൾ സ്ഥാപിക്കുകയും ആ കൂട്ടിൽ പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കുകയും ഈ കടുവയെ ഈ കൂട്ടിൽ കയറ്റാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിന് നമ്മൾ ഇവിടുത്തെ ജനപ്രതിനിധികളുമായിട്ടും നാട്ടുകാരായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, ദിവസങ്ങൾ പോകുന്നു, ആളുകളുടെ ആശങ്കയ്ക്കും ഒട്ടും ഒരു അവസാനവുമാകുന്നില്ല. എന്താണ് വനംവകുപ്പ് പറയുന്നത്? ഇങ്ങനെ നീണ്ടു പോകുമോ? ദിവിഷ്, ഈ ദിവസങ്ങളുടെ കണക്ക് പറയുമ്പോൾ വയനാട്ടിൽ തന്നെ 2 ദിവസം കൊണ്ട് കടുവയെ പിടിച്ച സംഭവമുണ്ട്, 56 ദിവസം കൊണ്ട് കടുവയെ പിടിച്ച സംഭവമുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഈ കടുവ പിടിയിലാകട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇന്നലെ രാത്രി കല്ലൂർ കുന്നിലാണ് അർദ്ധരാത്രിയോടെ ഒരു പശുവിനെ വേട്ടയാടിയത്. കാൽപ്പാടുകൾ നോക്കി ഇത് കൂടല്ലൂരിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവ തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട് 5-6 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം. ആ ഭാഗത്ത് കുങ്കിയാനകൾ ഉൾപ്പെടെ ഇറങ്ങി കാടിളക്കിയുള്ള തിരച്ചിലായിരുന്നു കുറേ ദിവസമായി, ഏതാണ്ട് ഒരാഴ്ചയായി. ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായപ്പോൾ കടുവ മറ്റൊരിടത്തേക്ക് മാറിയതാകാമെന്നാണ് വനംവകുപ്പിൻ്റെ നിഗമനം. ഇവിടെയുള്ള വയൽ പ്രദേശത്തൊക്കെ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇത് വനത്തിൽ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്ററോളം അകലെ മാറിയാണ് ഈ പശുവിനെ വേട്ടയാടിയ സ്ഥലം. എന്തായാലും പുതിയ കൂട് എത്തിച്ചിട്ടുണ്ട്. നേരത്തെ വനംവകുപ്പ് പറഞ്ഞതുപോലെ വലിയ കൂടാണ്, പനവല്ലിയിലൊക്കെ കടുവയെ പിടികൂടിയ വലിയ കൂട് എത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പശുവിൻ്റെ ജഡം തന്നെ ഇരയാക്കി വെക്കാനാണ് തീരുമാനം. അത് ഈ പശുവിൻ്റെ ഉടമസ്ഥനുമായി വനംവകുപ്പ് രാവിലെ തന്നെ സംസാരിച്ചിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുമായി സംസാരിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്താണ് ഈ നടപടികളെല്ലാം നടത്തുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ കൂട് സ്ഥാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രാത്രി മറ്റ് സ്ഥലങ്ങളിൽ തൊഴുത്തുകളിലടക്കം ലൈറ്റ് ഇടാനും ഇവിടെ ആൾപെരുമാറ്റം പരമാവധി ഒഴിവാക്കാനുമാണ് വനംവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കൊന്നിട്ട പശുവിനെ തേടി കടുവ രാത്രി വീണ്ടും എത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതിന് പിടികൂടാനുള്ള കെണിയൊരുക്കി കൂടുവെക്കുന്നത്.